എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഇനി നമ്മൾ ബർക്കത്ത് അല്ലാഹുവിനോട് ചോദിക്കാൻ, ഇനിയുള്ള മാസക്കാലങ്ങൾ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, 2 മാസക്കാലം ബർക്കത്ത് ചോദിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ ദിനമാണ്. നാം ആ റജബിലേക്ക് കടന്നു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അതിന്റെ പവിത്രത മനസ്സിലാക്കുവാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യഖൂമു സ്സഅ ഹത്താ തമുറ അലാ ഖബരിഹി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ എന്റെ സമുദായം ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അവരാ ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അവരാ ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അവരാ ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫയഖൂലു യാ ലൈതനി കുന്തു മകാന സ്വാഹിബ ഹാദിഹിൽ ഖബർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിലെ ജനങ്ങളെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. അവര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, അല്ലാ, ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു റബ്ബേ എന്ന് വിലപിക്കുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ജനങ്ങള് ഖബറിന്റെ മുകളിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവര് വിളിച്ചു പറയുന്നു, യാ ലൈതനീ. അവര് ഖബറിന്റെ മുകളിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ശപിച്ചുകൊണ്ട് അവര് നരകത്തെ കുറിച്ചുള്ള ഓർമ്മ വന്നതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ മഹ്ശറയെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല, അവര് നരകത്തെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ ആലോചിച്ചിട്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഖബറിന്റെ മുകളിലേക്ക് വീണിട്ട് അവര് കടന്ന് നിലവിളിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലൈസ ബിദീനി. അവർക്ക് ദീനുണ്ടായതിന്റെ പേരിലല്ല, അവർക്ക് ഈമാൻ കൂടിയതിന്റെ പേരിലല്ല, പിന്നെ എന്തിന്റെ പേരിലാണ് ഖബറിന്റെ മുകളിൽ കിടന്ന് കരയുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഇല്ലൽ ബലാ. എന്തിന്റെ പേരിലാണ് കരയുന്നതെന്നറിയുമോ? അല്ലാഹു ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു ഒന്നിന് പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കൊടുക്കുമ്പോ, രോഗങ്ങൾ കൊടുക്കുമ്പോ, നഷ്ടങ്ങൾ കൊടുക്കുമ്പോ, സാമ്പത്തികമായി ഞെരുക്കുമ്പോ, അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമ്പോ, ഉണ്ടായത് മുഴുവനും ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോ അവന് ക്ഷമിക്കാൻ കഴിയാത്തത് കാരണം അവൻ ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് പറയുന്നു, അല്ലാ, ഈ ഖബറിന്റെ അകത്ത് കിടക്കും എത്രയോ നല്ലതായിരുന്നു എന്ന് പറയുന്ന ഒരു കാലം കടന്നു വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് മനുഷ്യന്മാര് പറയും, ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യൻ ഞാനായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു പടച്ചോനെ. ഖബറിനെ കുറിച്ച് ഓർത്തിട്ടല്ല, ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനവും കടവും പ്രയാസവും പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ സഹിക്കാൻ പറ്റാതെ. ഞാനും നിങ്ങളും ജീവിതത്തിൽ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പടച്ചവന് ലക്ഷങ്ങളുടെ കടം വന്നപ്പോ, സാമ്പത്തിക ഞെരുക്കം വന്നപ്പോ, കച്ചവടം നഷ്ടത്തിലായപ്പോ, മക്കൾ മരിച്ചുപോയപ്പോ, മാരക രോഗം വന്നപ്പോ, വീട് ലോണ് പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോകുമ്പോ പറയുക, മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ. ഇതെന്ത് ജീവിതമല്ല, ഇതെന്ത് ജീവിതമാ പടച്ചവനെ, മരിച്ചാ മതിയായിരുന്നു. ഞാനും നിങ്ങളും പറയാറുണ്ട്. ഇങ്ങനെ പറയുന്ന ഒരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മൈക്ക് സെറ്റുകാരെ ഇത്തിരി കൂടെ സൗണ്ട് വെച്ചോ ചേട്ടാ, ഇത്തിരി കൂടെ വെച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇങ്ങനെ പറയുമെന്ന് മുത്തുനബി പറഞ്ഞത് വെറുതെയല്ല, ഞാനും നിങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇരിക്കണ എല്ലാവരോടും പടച്ചവനെ
ദുആ ചെയ്യാൻ നിങ്ങളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പേപ്പർ കൊടുത്താൽ എഴുതി തരും. എല്ലാം അവനവന്റെ പ്രയാസങ്ങൾ മാത്രം. എല്ലാവർക്കും അത് തന്നെ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല? എന്തേ അള്ളാഹു ബർക്കത്ത് തരാത്തെ? ഇരിക്കണ എല്ലാവർക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. വീടുള്ളവരുണ്ട്, വണ്ടിയുള്ളവരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ആവശ്യത്തിന് സമ്പത്തും എല്ലാം ഉള്ളവരുണ്ടല്ലോ. ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്ന സാധനം ആർക്കാപ്പ ഈ കൂട്ടത്തിലുള്ളത്? മനോഹരമായി 2 നില കൊട്ടാരമുണ്ട്, ആവശ്യത്തിന് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, അള്ളാഹു ലക്ഷങ്ങൾ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, സുന്ദരിയായ പെണ്ണിനെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കിടപ്പറയിൽ കിടത്തിയിട്ടുണ്ട്, 3ഉം 4ഉം മക്കൾ നിന്റെ കണ്ണിന്റെ മുന്നിലൂടെ നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ ചാടി ഓടി നടക്കുന്നുണ്ട്. എന്ത് നിനക്ക് സന്തോഷവും സമാധാനവും ഇല്ലാത്തത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ബർക്കത്തില്ലാതെ പോയി. ജീവിതത്തിൽ ബർക്കത്തില്ലാതെ പോയി. ആ ബർക്കത്ത് ഉണ്ടാകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇന്ന് വരെ നീ തിരഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ സംഭവിച്ചു? എന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ആയിട്ടും എന്തേ നിനക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത്? അതിന്റെ കാരണം എന്താണെന്ന് ഞാനോ നിങ്ങളോ തിരയുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുന്നില്ല? അതിന്റെ കാരണങ്ങളാണ് ഇന്നത്തെ ദിവസം നാം പഠിക്കുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറഞ്ഞ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലേ, ഇരിക്കണ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്കിയ പരാതി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോപ്പ? എല്ലാവർക്കും പരാതി. ഉസ്താദെ, എല്ലാവർക്കും വീടായി, എനിക്കിതുവരെ വീടായില്ല. എല്ലാവരും കച്ചവടം ചെയ്ത് നന്നായി, ഞാനും അതാ കച്ചവടം ചെയ്യണേ, ഞാൻ ഇപ്പോഴും കടത്തില്ല. കൊല്ലങ്ങൾ കുറേയായി ഉസ്താദെ, മക്കളെ കിട്ടാൻ ദുആ ചെയ്യുന്നു, മക്കളില്ല. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ പരാതികൾ മാത്രമേ എനിക്കും നിങ്ങൾക്കും പറയാനുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹ് നിന്നെ സഹായിക്കുന്നില്ല? അവിടെയാണ് പഠിക്കേണ്ടത്. എന്തുകൊണ്ട് നിന്റെ കച്ചവടം മുഴുവൻ തകർന്നുപോയി? നീ കൊട്ടാരം പണിതിട്ട് എന്തുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല? സഞ്ചരിക്കാൻ ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി എടുത്തിട്ട് എന്തുകൊണ്ട് നിന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്നില്ല? ഒരു പെണ്ണ് കെട്ടിയല്ലോ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, നീ പെണ്ണ് കെട്ടി. ചെറുപ്പക്കാര് ചോദിക്കുന്നു, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? അല്ല പറഞ്ഞടാ, പെണ്ണ് കെട്ടിയ സമാധാനം ഉണ്ടാകുന്നു, അതുകൊണ്ടാ പെണ്ണ് കെട്ടാൻ പറഞ്ഞേ. അല്ല പറഞ്ഞു, നീ വിവാഹം കഴിക്ക്, വിവാഹം കഴിച്ചാൽ നിനക്ക് സമാധാനം കിട്ടും, നിനക്ക് സമ്പത്ത് കിട്ടും. അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പക്ഷെ കെട്ടിയിട്ട് ഉള്ള സമാധാനം പോയതല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? അള്ളാഹു നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം നൽകുമാറാകട്ടെ. ഒരാമീൻ പറ. കെട്ടിയ പെണ്ണിനെയും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കിക്ക്. ഉസ്താദെ പൊക്ക്, പെണ്ണുപിള്ള കാണുന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഇന്ന് ബദറായിരിക്കും. രക്ഷപ്പെട്ടു നിങ്ങള്. കൈവെക്കാൻ പറഞ്ഞിട്ട് പലരും പൊക്കണില്ല. കാരണം എന്തേ? ഓള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ പോണില്ല അല്ല അങ്ങോട്ട്. എന്തിനാ വെറുതെ അവിടെ പോയി കിടന്ന്? ഇല്ലേ? അല്ലാഹു അലം. ഖുർആൻ പറഞ്ഞത് നീ പെണ്ണ് കെട്ട്, പെണ്ണ് കെട്ടിയാൽ നിനക്ക് സമാധാനം കിട്ടുമെന്ന് അല്ല പറഞ്ഞേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്റെയും നിങ്ങളുടെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആണോ? അല്ലേ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ആണോ? ആണോ? സ്വർഗത്തിൽ പോകണമെന്നല്ലേ? ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ വിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കുമ്പോ അള്ളാഹ് ചോദിച്ചു, എന്തേ ആദം എന്നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തതെന്ന്? നിനക്ക് ഞാൻ സ്വർഗം തന്നല്ലോ, എന്തേ നിനക്ക് സന്തോഷമില്ലാത്തേ? ആദം നബി പറഞ്ഞ മറുപടി ഹദീസിൽ വെണ്ടക്കാശ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദം നബി എന്താ പറഞ്ഞെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാന്ന്. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. ഞാൻ നീ ഇവിടെ തലകുത്തി നടക്കുന്നത് സ്വർഗത്തിൽ പോകാൻ. ആ സ്വർഗത്തിൽ വെച്ച് ആദം നബി ഈ അനുഗ്രഹം മുഴുവനും, പാലരുവിയും തേനരുവി, എന്തെല്ലാം അനുഗ്രഹങ്ങളാ പടച്ചവനെന്ന് ആരിച്ചൊക്കെ സ്വർഗം. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. അതിൽ അല്ലാഹുവേ, തഴവ ഉസ്താദ് പറയുന്നുണ്ട്, അതിനകത്ത് എല്ലാം ഉണ്ട്. കഷ്ടപ്പാടുണ്ട്, ജോലിക്ക് പോകണ്ട, കളവന്മാരില്ല, കുട്ടികളില്ല, പ്രായമുള്ളവരില്ല, കറുത്തവരില്ല, ചുമന്നവരില്ല, എല്ലാ എണ്ണം ഒന്നുപോലെ തന്നെ ഇരിക്കണേ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ്. അവിടെ പ്രായമുള്ള ഒന്നുമില്ല, മുടി നരച്ച ഒന്നുമില്ല, കറുത്തവനൊന്നുമില്ല. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യം. എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യം. 33 വയസ്സ്. ഇവിടെ എന്തേലും ജോലിക്ക് പോകണോ, രാവിലെ കൂലിപ്പണിക്കൊന്നും പോണ്ട. പടച്ചോനെ എന്തെങ്കിലും തിന്നണോന്ന് വിചാരിച്ച കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും പഴങ്ങള്.
ഇങ്ങനെ സുഖിച്ച് നടക്കണ സ്വർഗത്തിൽ കൂടെ ആദം നബി നടന്നപ്പോൾ അള്ളാഹ്ക്ക് എന്താ നിനക്ക് സന്തോഷമില്ലാത്തത്? ഒറ്റയ്ക്ക് ജീവിച്ചിട്ടൊരു സുഖമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴാ പറയണ പടച്ചനെ ഇപ്പോഴാ സുഖം ഉണ്ടായെന്ന്. ഖുർആൻ. നമ്മൾ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലി ചൈത്താനും കടലിൽ നടുക്കി പൊട്ട പോലെ കടന്നിട്ട് വലിക്കായപ്പോ പെണ്ണ് കെട്ടിയിട്ട് 2 കൊല്ലം ആയില്ല, 1 കൊല്ലമായില്ല, പിന്നെ ചിലത് കെട്ടിയിട്ട് 10-20 കൊല്ലമായി വലിച്ചുകൊണ്ട് നടക്കുക. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നീ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നിനക്കിത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് നീ കച്ചവടം ചെയ്യുന്നത് പോലെ എത്രയോ പേര് ഈ പരിസരത്ത് കടക്കച്ചവടം ചെയ്യുന്നുണ്ട്. നിന്റെ ഭർത്താവിന് മീൻ കച്ചവടം, എന്നാൽ മീൻ കച്ചവടം ചെയ്ത് രാജാവായി ഏറ്റവും കൂടുതൽ ലാഭം മീൻ കച്ചവടത്തിനാ. കൂലിപ്പണിക്ക് പോകുന്നവൻ അവന് 500, 1000 അല്ലെങ്കിൽ 500, 600, 700 കിട്ടണ്, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. നിന്റെ കെട്ടിയവൻ അത് തന്നെയല്ലേ ജോലി, എന്നിട്ട് എന്താ നേരെയാകാത്ത? ഉസ്താദെ ഇതുവരെ വീടായില്ല ഉസ്താദെ, എത്രയോ പാവങ്ങൾ വീട് വെച്ചു. അപ്പൊ മനസ്സിലാക്കേണ്ടത് നീ ചെയ്യേണ്ടത് ചെയ്തില്ല, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചു പോയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരാൾ വീട് വെക്കാൻ തീരുമാനിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ പറ? സ്വന്തമായിട്ട് വീടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. പൈസ ഒന്നും തരണ്ട, പൊക്ക്. നിങ്ങൾ വീട് വെച്ചപ്പോ ആദ്യം ചെയ്തത് എന്താ? ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ മറുപടി പറയണം. എന്താ ചെയ്യണ്ടേ? ഒരാൾക്ക് വീട് വെക്കണം. വീട് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം? പ്ലാൻ വരയ്ക്കണം. പിന്നെ നിങ്ങൾ പറ ചങ്ങായി, നീ ഫ്രണ്ടി ഇരിക്കുന്നല്ലോ, മറുപടി പറ. നിനക്കും വീടുണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? ഒരാൾക്ക് വീട് വെക്കണമെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? വസ്തു നോക്കണമില്ലേ? വെള്ളം നോക്കണം. ഒരാൾ വെള്ളം, ഒരാൾ പ്ലാൻ, നല്ല എഞ്ചിനീയർ നോക്കി പ്ലാൻ വരയ്ക്കണം. ഒരാൾ വീട് വെക്കാൻ വസ്തു ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ പൈസ ഉണ്ടോ നോക്കണം. പിന്നെ എങ്കിൽ ആദ്യം എന്തേ ചെയ്യേണ്ടത്? അതാ വഴച്ചു പോയെ. എടാ വസ്തു ഉണ്ടോ? ആദ്യം എഞ്ചിനീയറെ തിരയണേ. കൂലിപ്പണിക്കാർ 5 പൈസ ഇല്ലെങ്കിൽ അവൻ വരയ്ക്കണം. പ്ലാൻ കണ്ട അംബാനിയുടെ പ്ലാനാ, വലിയ പ്ലാൻ. എഞ്ചിനീയറെ നോക്കി വലിയ പ്ലാൻ. എങ്കിൽ സത്യത്തിൽ ഒരാൾ ഒരു വാഹനം എടുക്കണമെങ്കിൽ, ഒരു വീട് വെക്കണമെങ്കിൽ, ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ, ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? താത്താമാരൊക്കെ ടെൻഷൻ അടിക്കാനല്ല കേട്ടാ, ഇത്തിരി അടിച്ചോ കുഴപ്പമില്ല, അവസാനം ഞാൻ പരിഹാരം പറഞ്ഞു തരാം. എന്തുകൊണ്ടാണ് ആമിനാത്ത നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്? നിന്റെ ഭർത്താവ് നേരെയാകാത്തതിന്റെ കാരണം എന്താ? എന്റെ അള്ളാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്തെടുത്തു മാറ്റിയത്? അതിന്റെ കാരണം ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വഅലായിട്ട് കരുതരുത്, ഇന്നൊരു ക്ലാസ് ആയിട്ട് കരുതിയാൽ മതി. കാരണം എനിക്ക് കാലുവേദന ആയതുകൊണ്ട് ഞാൻ പതുക്കെ ഇരുന്ന് വഅല് പറയാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ കുറേ നാളായി. പക്ഷെ സംഘാടകൻ തന്നെ ചോദിച്ചു, വയ്യെങ്കിൽ ഇരുന്നൂടെ ഉസ്താദേ. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇരുന്നതാ. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതട്ടാ. ശരി, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാകണമെങ്കിൽ, പടച്ച റബ്ബ് നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമെങ്കിൽ, ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നീ ചിന്തിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും നേരെയാകൂ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മടുപ്പ് തോന്നുന്നുണ്ടാ? മടുപ്പ് തോന്നുന്നുണ്ടാ? പിന്നെന്താ ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കണേ, നേരെ ഇരുന്നേ. കുറെ കാലം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെയല്ലേ, ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു സദസ്സ് കിട്ടണേ. ഇപ്പൊ സ്വർഗത്തിൽ വന്നിട്ട് വെട്ടിയിട്ടതുപോലെ ഇരിക്കണത് ശരിയല്ലല്ലോപ്പാ. ഒന്ന് നേരെ ഇരിക്ക്. കൊറോണ വന്ന ചിലപ്പോൾ തീർന്നു പോകുമല്ലോ. എല്ലാവരും നേരെ ഇരുന്നേ. ഇൻഷാ അല്ലാഹ്. മൈക്ക് സെറ്റുകാരൻ, നിന്റെ പേരെന്തപ്പാ? രാജേഷ്. രാജേഷ് ഇന്നത്തെ വയത് കെട്ടണം കേട്ടാ. മൈക്ക് സെറ്റ്. നീ പെണ്ണ് കെട്ടിയാ? പെണ്ണ് കെട്ടിയെങ്കിൽ രക്ഷപ്പെട്ട് പെട്ട് നീയും കുഴപ്പമില്ല. അപ്പൊ എല്ലാരും കേട്ടോ ഇൻഷാ അല്ലാഹ്. എല്ലാരും ജീവിതത്തിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം. നിങ്ങൾ ചെയ്തു വെക്കാൻ നിങ്ങൾ ചോദിക്കണം ഓരോരുത്തരും. അത് പെണ്ണ് കാണാൻ പോയാൽ എന്ത് കാര്യമാണെങ്കിലും. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യന് കടന്നു വരികയാണ്. ഒരു സഹാബി കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്.
ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത് എന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സ്വഹാബി വന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അതാ പുതിയതായിട്ടൊരു കച്ചവടം തുടങ്ങാൻ പോകുന്ന സ്വഹാബി. നിങ്ങൾ പുറകിരിക്കുമ്പോ എനിക്ക് എന്തോ പുറത്തിരുന്ന കുഴപ്പമില്ല, പുറത്തോട്ടിരുന്ന രണ്ടുപേരും എന്നിട്ട് നോപ്പം അവസാനം അങ്ങോട്ട് ഇരുത്തിക്കോട്ടപ്പ. ഈ ഫാൻ ഒന്ന് ബാക്കിലോട്ട് വെച്ചോ, എനിക്ക് വേണ്ട. ഒന്ന് ചരിച്ചു വെച്ചേരെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഒരു സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതി മിൻ ദൂനിൽ ഫരീള. വീട് വെച്ചവര്, കച്ചവടം തുടങ്ങിയവര്, പുതിയ വാഹനമെടുത്തവര്, വിവാഹം കഴിച്ചവര്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ആദ്യമായിട്ടൊരു സഹാബി കടന്നു വരികയാണ്. അള്ളാന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? വീട് വെക്കാൻ തീരുമാനിച്ചവര് വസ്തുവുണ്ടോ എന്നല്ല നോക്കേണ്ടത്, എഞ്ചിനീയറെയല്ല തിരയേണ്ടത്, പണമുണ്ടോ എന്നല്ല നോക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് പറയുകയാണ്, നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അള്ളാന്റെ റസൂല് പറയുകയാ, നീ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്, നീ 2 റക്അത്ത് നമസ്കരിക്കണേ. നമസ്കരിച്ചു കഴിഞ്ഞിട്ട് നീ അള്ളാഹുവോട് പറയണം, അല്ലാഹ്, ഞാൻ വീട് വെക്കാൻ പോകുകയാണ്, ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ്, ഞാൻ പെണ്ണ് കാണാൻ പോകുകയാണ്, ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. പടച്ചവനെ, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ലാ. അതുകൊണ്ട് റബ്ബേ, ഇത് ഖൈറാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ. ഇതിലൂടെ നഷ്ടമാണെങ്കിൽ, ഇതിലൂടെ നാശമാണെങ്കിൽ, ഇതിലൂടെ കണ്ണുനീരാണെങ്കിൽ അല്ലാ, ഇത് നീ തട്ടിമാറ്റി തരണേ അല്ലാ എന്ന് നീ ആദ്യമായിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്ത് ചെയ്യേണ്ടത്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് പറയണം, പടച്ചവനെ, ഒരു വണ്ടി എടുക്കാൻ പോവാ, അള്ളാഹ് ഒരു വീട് പണിയാനുള്ള പ്ലാനൊക്കെ എടുക്കാൻ പോവാ, പടച്ചവനെ, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാ. ഇത് ലാഭമോ നഷ്ടമോ എനിക്കറിയില്ല അല്ലാ, നിനക്കറിയാം പടച്ചവനെ. നല്ലതാണെങ്കിൽ പോകുന്ന വഴികൾ മുഴുവനും നീ തുറന്നു തരണം, ഇത് മോശമാണെങ്കിൽ നീ അത് തടസ്സങ്ങൾ തന്നു മാറ്റിത്തരണം. ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ചിന്തിച്ച് നോക്ക്, വീട് വെച്ചപ്പോ, ബിസിനസ് തുടങ്ങിയപ്പോ നിസ്കരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണ്ട, ആരുണ്ടാവൂല എന്നറിയാം. വെറുതെ എന്തിനാ നിങ്ങളെ ടെൻഷൻ ആക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിച്ച എത്ര പേരുണ്ട്? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്ത എത്ര പേരുണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. എല്ലാം പോയി, കഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടു, കൊത്തുവാള എടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുക. അപ്പോഴാ അല്ലാ അല്ലാ അല്ലാ. ബിസിനസ് തുടങ്ങിയപ്പോ നിനക്ക് ആരോടും ചോദിക്കണ്ട, പോയി ചാടിക്കേറി ലക്ഷങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് യതീംഖാനയിലായി. ഇപ്പൊ ഇരുന്നിട്ട് വിളിക്ക, പടച്ചവനെ, അല്ലാ അല്ലാ അല്ലാ. ഇപ്പോഴാണോടാ മോനെ വിളിക്കണ്ടേ? എടാ, പൊട്ടല്ല, പെട്ട് കഴിയുമ്പോ എല്ലാരും വിളിക്കും. ഫിർഔൻ വരെ വിളിച്ചല്ലോ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഹത്താ ഇദാ അദറകഹുൽ ഗർഖു. ഫിർഔൻ പോലും മുങ്ങിച്ചാപ മൂസാ നബി പുറകിൽ നടന്നിട്ട് പറഞ്ഞു, അല്ലാഹെ കൊണ്ട് വിശ്വസിക്കടാ. ഞാനാ അല്ലാ, ഞാനാ അല്ലാ. ഫിർഔൻ എപ്പോഴും പറഞ്ഞു, ഞാനാ അല്ലാ. ആ ഫിർഔൻ അവസാനം വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകാൻ സമയമായപ്പോ വിളിച്ചു, അല്ലാഹേ, നീ മൂസാ, നീ പറഞ്ഞ എന്നെ ശരി. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം കിടന്ന് നിലവിളിക്കുന്നതിനേക്കാളും നല്ലത് ആദ്യം വിളിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനിയെങ്കിലും നിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് ബർക്കത്ത് വേണോ, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണോ, ഒന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിക്ക്. പണ്ട് ഉപ്പമാര് പറയുമായിരുന്നു ഇത്. പണ്ടത്തെ പ്രായമുള്ള വാപ്പമാരങ്ങനെ ആയിരുന്നു. ഒരു 2 റക്അത്ത് നിസ്കാരമുണ്ടായിരുന്നു.
ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്തിറങ്ങുമ്പോ അതിൽ തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നേരെയല്ല. അള്ളാഹു എല്ലാ വഴികളും തുറന്നാൽ മനസ്സിലാക്കണം ഇത് ഖൈറാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെയ്തില്ല എന്ന് ഉറപ്പായി. ഒന്നാമത്തെ കാര്യം ചെയ്തില്ല. ഇനി രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. ആ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അവിടെ ഒരു സൂറത്തിന്റെ പേര് തന്നെ ശുഅറാ എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരാ, പടച്ചവൻ നിനക്ക് ബർക്കത്ത് ചെയ്യണോ, അള്ളാഹു നിന്നെ സഹായിക്കണോ, ഈ ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വഅംറുഹും ശൂറാ ബൈനഹും. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തീരുമാനിച്ചാ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ അറിവുള്ളവരോട് ചോദിക്കണേ, നീ അറിവുള്ളവരോട് കൂടിയാലോചന നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നീ കൂടിയാലോചന നടത്തണം. ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് കച്ചവടം നടത്തി പരിചയമുള്ള നിന്റെ കുടുംബത്തിലെ പല കാരണവന്മാരുണ്ടല്ലോ, നിന്റെ ഉപ്പയുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, അവരോട് നീ അതിനെ കുറിച്ച് ചോദിക്കണേ. അറിവുള്ളവരോട് നീ ചോദിക്കണേ. ഒരു മടിയും നീ കാണിക്കരുത്. ഇങ്ങനെ ചോദിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് ആരെന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ മനുഷ്യനെന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കുകയാണ്, ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലു ഫിൽ അർളി ഖലീഫ. അള്ളാന്റെ ഖുർആനാ പറയുന്നത്, അള്ളാഹു മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാ തീരുമാനിച്ചപ്പോ അള്ളാഹു കോടാനുകോടി മലക്കുകളെ വിളിക്കുകയാണ്. കോടാനുകോടി മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന മലക്കുകള്, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാ. നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അറിവുള്ളവരോട് നീ ചർച്ച ചെയ്യണം, മുഷാവറ നടത്തണം. നിന്റെ കുടുംബത്തിൽ പലരുമുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ആ വിഷയത്തെ കുറിച്ച് അറിവുള്ളവരോട് നീ ചോദിക്കണം. ഇനി അറിവില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹ്ക്ക് വല്ല കാര്യമുണ്ടോ ചോദിക്കണ്ട. ഈ മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലയല്ലേ, പിന്നെന്തിനാ അല്ലാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു? അല്ലാഹു എന്തിനാ മലക്കുകളോട് ചോദിച്ചത്? മലക്കുകൾ പോലും പറഞ്ഞത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആ മലക്കുകൾ പോലും അല്ലാഹുവിനോട് പറഞ്ഞത് വേണ്ട, ഇനി അലമുമാലാ തഅലമുൻ, അല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല എന്നാ പറഞ്ഞേ. ആ മലക്കുകൾ പോലും അള്ളാഹിനോട് പറഞ്ഞത് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കണ്ട. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം. എന്റെ പ്രിയമുള്ളവരെ, അപ്പോ നീ ഒരു വിഷയം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ മുഷാവറ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്നത് അല്ലാഹു തന്നെയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.